ഇതാണ് നമ്മള് വീടിട്ടാ. ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാ. ഹായ്. അപ്പൊ ടൈറ്റിലും തമ്പനയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് എന്റെ ഗേൾ ഫ്രണ്ട് ഇത്. അപ്പൊ അതായത് നമ്മൾ സൈബന്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും, റാഷിക്ക് ഒരു ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് സൈബന്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ അതിന് നമുക്ക് പറ്റിയൊരു ഗേൾ ഫ്രണ്ട് വേണമല്ലോ, അതിന് പറ്റിയൊരു ഗേൾ ഫ്രണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മിത്ര ഹായ് വരി. ഹായ്. ഈ ആളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പരിചയം ഉണ്ടോ? തട്ട കേട്ടിട്ട് മനസ്സിലാവായിട്ടായിരിക്കും. അതായത് നമ്മള് ഒരു ഫോട്ടോഷൂട്ട് എടുത്തിരുന്നില്ല, അപ്പം അതിന്റെ ഒരു വ്ളോഗില് മിഥിലിനെ മോഡലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോഡൽ മിഥിലാണ് ഈ ഇരിക്കുന്നത്. ഇവളോട് ഞാൻ പറഞ്ഞതാണ്, അതായത് മൊത്തത്തില് പർദ്ദയൊക്കെ ഇട്ടിട്ടല്ലേ, റൂംമേറ്റിന്റെ പർദ്ദല്ലേ അതെ. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ വീട്ടിലേക്ക് പോകും. വീട്ടില് നേരെ സൈബിനോട് പറയാൻ പോകുന്നത് എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, അതായത് നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണെന്ന് സൈബിനോട് പറയാൻ വേണ്ടി പോവാണ്. പറഞ്ഞിട്ട് അപ്പം സൈബിന്റെ റിയാക്ഷൻസ് കാര്യങ്ങള് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇതില് റെഡി അല്ലേ? ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ഇട്ടിട്ടില്ലേ? അപ്പം ഇനി കൂടുതലായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇനി നേരെ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ പോവാം. വീട്ടിലെത്തിയിട്ടായിരിക്കും ഇനി നിങ്ങൾ വിഷ്വൽ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതാ നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ്. സൈബിയും റാഷിയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റെഡി അല്ലേ? പക്ഷെ ഇവൾക്ക് ഒരു പേര് ഇടണല്ലോ. പേര് നമ്മൾ ഇടാൻ മറന്നുപോയി. എന്താണ് പേര്? പേര് ഞാൻ പേര് പെട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പേര്? ആമിന. ആമിന ഇങ്ങോട്ട് അടുത്തേക്ക് വന്ന ആ ഒരു സ്റ്റൈല്. ഓക്കെ, റെഡി അല്ലേ? സെറ്റ്? കുറച്ചുകൂടി സൗണ്ടില് റെഡി? ആ റെഡി. പേടിയൊന്നും വേണ്ട, ഒന്നുകൂടി. റെഡി റെഡി റെഡി. ഓക്കെ, സാനിറ്റൈസർ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് റാഷിനൊന്ന് വിളിക്കണം. കാരണം ഇനി റാഷി ആയിരിക്കും ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓനെ തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇന്ന കാര്യങ്ങൾ അതൊക്കെ. അപ്പം സൈബൻ എങ്ങനെ റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. എന്താ കാര്യം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അവിടെ പോകുന്നു എന്നിട്ടായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്തായാലും റാഷിന്റെ കയ്യിലേക്ക് ക്യാമറ കൊടുക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. അതായത് ബിനോമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഇതൊരു ട്രേഡ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ്. ഇത് എങ്ങനെ ട്രേഡ് ചെയ്യുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബിനോമോ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഗ്രാഫ് കേട്ടോ. അപ്പം ഇവിടെ ട്രേഡ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അസറ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. അസറ്റ് ഞാൻ ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ട്രേഡ് ചെയ്യണം. അതിന് മുന്നായിട്ട് നമ്മുടെ അക്കൗണ്ട് കറക്റ്റ് ചെയ്യണം. അക്കൗണ്ടിൽ ഡെമോ അക്കൗണ്ടിൽ 54,000 ഉണ്ട്. ഡെമോ അക്കൗണ്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാത്തവർക്ക്. അതേപോലെ തന്നെ റിയൽ അക്കൗണ്ടിൽ എൻ്റെത് 57,000 രൂപ ഉണ്ട് ഇപ്പം റിയൽ അക്കൗണ്ടിൽ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഗ്രാഫ് ഒന്ന് നമുക്ക് പഠിക്കണം കേട്ടോ. ഗ്രാഫ് നോക്കി പഠിച്ചതിന് ശേഷമാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിപ്പോൾ എത്ര രൂപയാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാനിപ്പോൾ 7,000 ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പം ഗ്രാഫ് അനുസരിച്ച് മുകളിലേക്കും താഴത്തേക്കും ഒരു ഐഡിയ ഇല്ലാതെ പോവുകയാണ്. എങ്കിലും ഞാനിപ്പോൾ ഇതായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഞാനിപ്പോൾ അപ്പ് ചെയ്ത് യെസ്. എനിക്ക് അപ്പം പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത് 12,000 രൂപ പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കണ്ടില്ല നിങ്ങൾ? വിഡ്രോ യുവർ പ്രോഫിറ്റ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുകയാണ്. അപ്പം ബിനോമോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ബോണസ് കിട്ടും. അതായത് ഇന്ത്യ അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ക്യാഷിന്റെ 100% നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ട്രേഡ് ആയതിനെ കൊണ്ട് നോക്കി കണ്ടൊക്കെ ട്രേഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഇച്ചല്ലേ പേര് ചോദിച്ചോക്കെ എന്താന്ന്? ആമിന. ഈ എവിടെയും കേട്ടിട്ടുണ്ടോ? എനിക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നു? നമ്മൾ രണ്ടാളും കണ്ടിട്ട് മാച്ചല്ലേ? നോക്ക്. അതെ, ജിമ്മനോട് ഉപ്പനോടൊന്നും പറയരുത്. ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാ. പറയരുത് വീട്ടിൽ പറയരുത് കേട്ടോ. ഇവള് കേറിക്കോട്ടെ, വീട്ടിൽ കേറിക്കോട്ടെ. ആരോടും പറയണ്ട. എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ കെട്ടാൻ പോവാ. ആർക്കോള് മുട്ടായി ഒക്കെ വാങ്ങി തരും.
മുട്ടായി കണ്ട ആ ഇനി കേട്ടെ അപ്പൊ മുട്ടായി മേടിച്ച പണ്ട് സ്വഭാവം പറയാ നമ്മളൊന്ന് വീട്ടിലേക്ക് ഏറ്റോ ഒന്ന് ഇമ്മനോടൊന്നും പറയരുത് ഇപ്പനോടൊന്നും പറയാഞ്ഞാ മതി ചായ തന്നെ പോരാ ഓള് ഇനി ഇവിടെയാണ് നിക്കാൻ പോണത് ഈ പറയ് അമീന ജന്ത ഒന്നും ഉണ്ടായിരിക്കണേ പറയ് നല്ല സൈബ കുട്ടിയല്ലേ ഞാൻ മുട്ടായൊക്കെ തന്നില്ലേ പാവല്ലേ നിന്നോട്ടെ ഇവിടെ ഇച്ചക്ക് ഇഷ്ടായത് കൊണ്ടല്ലേ എനിക്ക് ഇഷ്ടായത് കൊണ്ടല്ലേ പാവല്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേക്ക് അല്ലല്ല ഞാൻ പറഞ്ഞേക്ക് തൊപ്പിമ്മ കളിക്കുന്നു ഞാൻ പറഞ്ഞേക്ക് ഇമ്മച്ചി ഇതെങ്ങോട്ട് ഇമ്മച്ചി ഇപ്പച്ചി എന്നോട് ഈ ഒന്ന് ശരിയാക്കി തരണം എനിക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ ഒന്ന് സെറ്റാക്കി തരണം പറ്റുമോ എനിക്ക് കാര്യം എന്താണ് പ്രശ്നം എന്താണ് രാശി കെട്ടിട്ട് എന്താ അതെനിക്ക് ഇഷ്ടല്ല എന്താ പ്രശ്നം എന്താ ഓൻ കെട്ടിയ പ്രശ്നം എന്താ പ്രശ്നം അപ്പൊ എന്താ ഓൻ കെട്ടുന്നതിൽ എന്താ പ്രശ്നം രാശി കെട്ടിന ഓനെ കെട്ടിക്കണ്ട എനിക്ക് കെട്ടിയാ മതി ഇപ്പൊ ഇന്നെ സമ്മതിച്ചാ നിക്ക് ഇങ്ങോട്ട് തിരി പറയ് പക്ഷെ പ്രശ്നം എന്താ പറഞ്ഞാല് ഓനെ കൊണ്ട് ഞാൻ കെട്ടിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കാൻ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാം നമ്മള് കെട്ടാ അത് കുഴപ്പമില്ലല്ലോ എനിക്ക് ഓന് കെട്ടിയാൽ എന്താ പ്രശ്നം ഓനെ കൊണ്ട് ഞാൻ കെട്ടിക്കാതിരിക്കാൻ എനിക്ക് ഇതാക്കി തരാം അല്ല അതല്ല കെട്ടൂല നോക്ക് അതാ കണ്ട ഞാൻ എന്ത് നോക്കി നല്ല രസല്ലേ കണ്ട നമ്മൾ രണ്ടാളും നല്ല രസല്ലേ ഇഷ്ടായ എനിക്ക് അതാ കണ്ട എടുക്കല്ലേ കൊണ്ട് തൊപ്പിയുണ്ട ഓൾക്ക് ഇഷ്ടാണ് നല്ല മൊഞ്ചല്ലേ കാക്കാക്ക് എനിക്കിഷ്ടം കണ്ട അവന്റെ മാതിരി ഈ റാഷിന് വരിക കൊണ്ട് തൊപ്പിയുണ്ട സൈബ പാവല്ലേ ഇവള് പാവല്ലേ റാശി നമുക്ക് കെട്ടിക്കണ്ട ഓക്കെ ഇച്ചനെ കൊണ്ടിട്ട് വേറെ പോയി താമസിക്കുന്നു വീട്ടിലേക്ക് മാറാണ് അവിടെ മേലത്തെ സ്ഥലല്ലേ അവിടെ ഞങ്ങൾക്ക് സെറ്റായി വഴക്കുണ്ടാക്കോ അവിടെ പ്രശ്നം ഉണ്ടാക്കോ ഞാൻ താഴത്തെ ടെന്റിലേ കളിക്കുള്ളൂ എന്താണ് ഓള് ടെന്റിലേ കളിക്കുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ കുഴപ്പമില്ലല്ലോ നമ്മൾ ഇനി കെട്ടിക്കോട്ടെ ഇക്കാക്കാനും പിന്നെ തരൂല കേട്ടോ ഞാൻ എടുക്കുവാ കുഴപ്പമില്ലല്ലോ പ്രശ്നമില്ലല്ലോ അപ്പൊ ഈ ഓക്കെ പറഞ്ഞു പാവാണ് മൈക്ക് വെക്കണ നല്ലതല്ലേ സൗണ്ട് കിട്ടാനല്ലോ മൈക്ക് വെക്കണേ ഐറ്റ് ഉണ്ടല്ലോ കണ്ട എത്ര ഐറ്റ് ഉണ്ട് നമ്മള് തമ്മില് മനസ്സിലായി അപ്പൊ എന്തായാലും എന്റെ ഓക്കെ അല്ലേ റാശി നമുക്ക് കെട്ടിക്കണ്ട ഐറ്റ് ഉണ്ട് ഓക്കെ ഇത് നമ്മളതല്ലാതെ റാഷിന് എന്താ ഈ കെട്ടിക്കില്ല പറഞ്ഞത് റാഷിയെ അപ്പൊ ഈ പെട്ടി ഇനി ഓനെ കെട്ടാനേ പറ്റൂല റാഷിക്ക് അപ്പൊ കെട്ടാനേ പറ്റൂല ഒരു വട്ടം കെട്ടിക്കോട്ടെ നിക്കാറ് പോലും കഴിക്കാൻ സമ്മതിക്കില്ല അവന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ അതെ ഇവിടെ എനിക്ക് ഇഷ്ടായില്ലേ ഇജിപ്പോ പിന്നെ എല്ലോ പറഞ്ഞല്ലോ നീ എല്ലാം പറഞ്ഞാൽ ശരിയാവോ ശരിപ്പ അതല്ല നമ്മളതല്ല റാഷിന് എന്താ ഈ കെട്ടാൻ സമ്മതിക്കാത്ത അത് എന്താണ് അപ്പൊ ഈ എന്നെ പറഞ്ഞപ്പോ കെട്ടാൻ സമ്മതിക്കുന്നു എന്താണ് ഞാൻ വീട്ടിലേക്കൊന്ന് കയറാം നമ്മളെ പ്ലീസ് നമ്മൾ കയറാമോ പ്ലീസ് കേട്ടോ ഇനി വീട്ടിലേക്ക് കയറാം നമ്മൾ കയറാൻ പ്ലീസ്
കാട്ടല്ലേ അവിടെ പാവല്ലേ പ്ലീസ് തുറന്നോ കേറിക്കോ വീട്ടിൽ കേറിക്കോ അപ്പൊ നമ്മള് സൈബനെ നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചതായിരുന്നു പ്രാങ്ക് ചെയ്ത്. പക്ഷെ ഫസ്റ്റ് ശരിക്കാന്ന് വിചാരിച്ചില്ല നമ്മള് കൊണ്ടുവന്നപ്പോ. സൈബ എനിക്ക് ആമിനെ ഇഷ്ടായ? ആമിനെയല്ലോ. ആമിനെയാണോ? പിന്നെന്താ പേരെന്താ? അതന്നെ മിഥിലാണ്. അതെങ്ങനെ മനസ്സിലായി എനിക്ക് മിഥിലാന്ന്? മിഥില മഫ്തൊക്കെ ഒന്ന് വെച്ച പാവം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞത്? നല്ല എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് അല്ല മറ്റേ ഈ ഫർദട്ടിട്ടുള്ള എക്സ്പീരിയൻസ്. താങ്ക്സ് ടു മൈ ഫ്രണ്ട്. അവളാണ് ഇത് ചെയ്തു തന്നത്. പേര് പറഞ്ഞേക്കുന്നു ഹനാൻ. ദൂരണ്ട് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞ. എവിടേക്കോ കുറെ പിൻസ് ഉണ്ട്. പിന്നുകളൊക്കെ ഇങ്ങനെ ഊരിട്ട് സൈബ അയച്ചിട്ടല്ലോ. സൈബാട്ടോ അയച്ചു കൊടുക്കുന്നത്. കൊറേ സ്ഥലത്ത് പിന്നുണ്ടല്ലോ അല്ലേ? ഒരു സ്ഥലം തെറ്റിക്കഴിഞ്ഞതൊക്കെ കൂടി കുത്തി കയറുമല്ലോ. ഇതാണ് ഇത് നമ്മുടെ മിഥിലയാണ്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എന്താ പറയാ ഒരു കുറച്ചു നേരത്തിന് ഗസ്റ്റ് ആയി വന്നതിന് വലിയൊരു താങ്ക്സ് റോഷൻസ് വ്ലോഗിന്റെ പേരിലും സൈബന്റെ പേരിലും റോഷന്റെ പേരിലും റാഷിന്റെ പേരിലും പിന്നെ നമ്മളെ എല്ലാ ഓഡിയൻസിന്റെ പേരിലും താങ്ക്സ് അറിയിക്കുന്നു കേട്ടോ. ആദ്യം നമ്മള് വിശ്വസിച്ചില്ല നമ്മളെ. പിന്നെ അപ്പൊ വിഷമാണ് എനിക്ക്. ഇച്ച കല്യാണം കഴിച്ച ഇച്ചക്ക് കുഴപ്പമില്ലല്ലോ, റാശിക്കല്ലേ പ്രശ്നമുള്ളൂ. അതൊന്ന് പറഞ്ഞെടുത്ത നമ്മൾ ഓടിയിട്ട് ഒച്ചല് പറഞ്ഞ എന്തത്? അതെന്താണ് കാര്യം? അത് കാര്യം എന്താന്ന് പറയാ എല്ലാരും ചോദിക്കുന്നത് അതാണ്. എന്താ കാര്യം സമ്മതിക്കാത്ത? ആ ഓ വേറെ വീട്ടിലേക്കൊന്നും പോകൂല കേട്ടോ. ഈ കാക്കമാർക്ക് നമുക്ക് രണ്ടാൾക്കും കല്യാണം കഴിക്കാനുള്ളത് ചെയ്യുമ്പോൾ സമ്മതിക്കണം കേട്ടോ. ഓക്കെ, എനിവേ മിഥുലനോട് ഒന്നും കൂടെ താങ്ക്സ് പറയാണ്. അപ്പം ഇത് നമ്മുടെ എന്റെ റാഷിന്റെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മിഥുല. അപ്പം അതേപോലെ തന്നെ എന്റെ ഗേൾ ഫ്രണ്ട് ഒന്നല്ല ടഞ്ഞിപ്പോ എല്ലാരും അത് വിചാരിക്കാൻ നിൽക്കുന്ന സൈബനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു ഗസ്റ്റ് റോളിൽ ആള് വന്നതാണ്. അപ്പൊ എന്തായാലും മിഥുല വലിയൊരു താങ്ക്സ് അഗൈൻ പറയാണ്. ഹനാനോട് ഒരു താങ്ക്സ് പറയുന്നത്. കാരണം മേക്കപ്പ് ഇങ്ങനെ ഞാൻ മിഥുലിനെ പറഞ്ഞത്, മിഥുല പറഞ്ഞ് നോർമൽ മാതിരി വന്നാൽ മതിയില്ല അത്. പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി നല്ലത് അല്ലെ. സൈബ ഓൾറെഡി മിഥുലിനെ അന്നത്തെ ഷൂട്ടിൽ ഒരുപാട് നല്ല പരിചയമുള്ളതിനെ കൊണ്ട് ഒന്ന് മഫ്തൊക്കെ ഇട്ട് ഫർദൊക്കെ ഇട്ടിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ മിഥുൽ തന്നെ പറഞ്ഞു ഈ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് പറയും നമ്മൾ ഓഡിയൻസിന്. ഞാൻ വെറുതെ ചെയ്തൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റോഷൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇതാവുമ്പോ അവൾക്ക് സെറ്റ് ആയിരിക്കും. പിന്നെ വേറൊരു മുഖമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതന്നെ ഫിക്സ് ചെയ്ത്. എന്നാലും സൈബറെ നൈസ് ആയിട്ടൊന്ന് നമ്മൾ പറ്റിച്ച് കരഞ്ഞിട്ടോ സൈബ? കരഞ്ഞില്ലേ? സാരല്ല കേട്ടോ, ഇച്ച കെട്ടിയിട്ടൊന്നുമില്ല. ഞാൻ കെട്ടാൻ ടൈം ഉണ്ട്. കെട്ടാ കെട്ടാൻ ടൈം ആകുമ്പോ സമ്മതിക്കാൻ കേട്ടോ. റാഷിന് സമ്മതിക്കാൻ ഞാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്റെ കാര്യത്തിൽ എനിക്ക് അവൾക്ക് അപ്രൂവൽ കിട്ടി കഴിഞ്ഞിട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ഇവള് പറഞ്ഞിട്ടില്ല, ഇവള് പറയാൻ പറയും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഐ ഡി മിഥുലന്റെ ഇൻസ്റ്റാഗ്രാം മിഥുല ടോം മിഥ ടോം, അതേപോലെ റോഷൻസ് വ്ലോഗ്, ജൈബ റോഷൻ ഫാമിലി, റാഷിദ് റോ ഫ്രണ്ട്സ് എല്ലാവരും ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. കയറാ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ബിനോമ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാമ എപ്പിസോഡായിരുന്നു. ആ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കൊച്ചു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതെ, ഇതൊരു തമാശയായിട്ട് കണ്ടാൽ മതി കേട്ടോ. നമ്മൾ രണ്ടാളും ഫ്രണ്ടാണ്. അപ്പം ആ ഒരു സെൻസിൽ എടുത്താൽ മതി. സൈബക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു. അപ്പൊ എന്തായാലും നാളത്തെ നല്ലൊരു എപ്പിസോഡിൽ കാണാം. അതേപോലെ തന്നെ വേറെ ഇനി വരാൻ പോകണല്ലേ റാഷിയ? ഒരു എക്സൈറ്റിംഗ് നമ്മൾ കുറച്ച് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞുതരാം. ഒരു ടോട്ടലി ഒരു ചേഞ്ച് ആണ്. ടോട്ടലി ഒരു ചേഞ്ച്, അത്ര മാത്രം പറയാം. മിഥുലല്ലേ ഒരു ടോട്ടലി ചേഞ്ച് ആണ്. മിഥുലനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചേഞ്ച്. ആ ചേഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.
മാറ്റം അതെ. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടപ്പെടാത്ത അതന്നെ മൊത്തത്തിൽ ഒരു മാറ്റം ആവാൻ പോവാണ്. അപ്പൊ അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും. ട്യൂസ്ഡേ ആകുമ്പോഴേക്കും ഞാൻ കാണും. അതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താണ്. അടുത്ത നാളത്തെ നല്ലൊരു എപ്പിസോഡിൽ കാണാം. അതായിരിക്കും ബൈ ബൈ.